രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന്റെ ലേബർ ക്യാമ്പുകളിൽ ഒന്നിൽ നിന്ന് 7 തടവുകാർ രക്ഷപ്പെട്ടു. എന്നാൽ ആ രക്ഷപ്പെട്ടു ഓടിയവർ ആ യാത്ര ജയിൽ ചാടിയതിനേക്കാൾ ദുഷ്കരമായിരുന്നു. തനിക്ക് പിന്നാലെ വന്ന സോവിയറ്റ് പട്ടാളത്തെയും പേടിച്ച് കണ്ണിൽപ്പെട്ടാൽ പ്രതിഫലത്തിനു വേണ്ടി തങ്ങളെ കൊന്നുകളയാൻ പോലും മടിയില്ലാത്ത സൈബീരിയയിലെ മനുഷ്യരുടെയും കണ്ണുവെട്ടിച്ച് ഹിമാലയവും കടന്ന് അവർക്ക് ഇന്ത്യയിലേക്ക് എത്തിച്ചേരണമായിരുന്നു. അതിനവർ നടന്നു തീർക്കേണ്ടി വന്നത് 4000 മൈലുകളായിരുന്നു. മഞ്ഞും മലയും ഭൂമിയും താണ്ടിയുള്ള ആ യാത്രയിൽ ചെളിവെള്ളം കുടിച്ചും പുഴുക്കളെ തിന്നും അവർക്ക് ജീവൻ നിലനിർത്തേണ്ടതായിട്ട് വന്നു. 1941 സ്ലാവോമിർ റാവിക്സ് എന്ന പോളിഷ് പട്ടാളക്കാരനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നടത്തിയ ആ യാത്രയുടെ ഓർമ്മക്കുറിപ്പുകളെ അടിസ്ഥാനമാക്കി 2010 പുറത്തിറങ്ങിയ അഡ്വഞ്ചർ സിനിമയാണ് ദ വേ ബാക്ക്. ഇവരുടെ ജീവിതത്തിലുണ്ടായ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. 1939 സെപ്റ്റംബറിൽ റഷ്യയും ജർമ്മനിയും പോളണ്ടിന് മേലെ അഭിനിവേശം നടത്തി. കിഴക്ക് നിന്ന് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയനും പടിഞ്ഞാറ് നിന്ന് ഹിറ്റ്ലറിൻ്റെ കീഴിൽ ജർമ്മനിയും പോളണ്ടിനെ ആക്രമിച്ചു. അതിന് ഫലമായിട്ട് ഒരുപാട് പോളിഷ് പട്ടാളക്കാർ 2 രാജ്യങ്ങളുടെയും പിടിയിലായി. അങ്ങനെ സോവിയറ്റ് യൂണിയന്റെ പിടിയിലായ ഒരു പോളിഷ് പട്ടാളക്കാരനായിരുന്നു ജാനസ് വീസിക്. സോവിയറ്റ് യൂണിയന്റെ രഹസ്യ പോലീസായ NKVD അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് മേലെ ചുമത്തപ്പെട്ട കുറ്റങ്ങളൊന്നും തന്നെ അയാൾ സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾക്കെതിരെ മൊഴി പറയാനായി NKVD അയാളുടെ ഭാര്യയെ തന്നെ കൊണ്ടുവന്നു. ജാനസ് സ്റ്റാലിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കടുത്ത വിമർശകനാണെന്നും അയാൾ ശത്രു രാജ്യങ്ങൾക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയിട്ടുണ്ടെന്നും അയാളുടെ ഭാര്യയ്ക്ക് മൊഴി കൊടുക്കേണ്ടതായിട്ട് വന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു അയാളുടെ ഭാര്യ മൊഴി കൊടുത്തിരുന്നത്. അവളെ ടോർച്ചർ ചെയ്താണ് NKVD ജാനസിനെതിരെ മൊഴി പറയിപ്പിച്ചതെന്ന് അവൻ അറിയാമായിരുന്നു. അങ്ങനെയാണവർ ജാനസിന് മേലെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി 20 വർഷത്തേക്ക് കഠിന തടവിന് വിധിച്ചു. വിധിക്ക് ശേഷം അവർ മറ്റ് തടവുകാരോടൊപ്പം ജാനസിനെ സൈബീരിയയിലുള്ള ഒരു ഗുലാഗിലേക്ക് കൊണ്ടുവന്നു. സോവിയറ്റ് യൂണിയന്റെ കീഴിലുള്ള ലേബർ ക്യാമ്പുകളെയാണ് ഈ ഗുലാഗ് എന്ന് പറയപ്പെടുന്നത്. മഞ്ഞു മൂടിയ സൈബീരിയൻ പർവ്വതങ്ങൾക്ക് നടുവിലുള്ള ആ ഗുലാഗിന്റെ കമാൻഡർ അവിടുത്തെ തടവുകാരോടായി പറഞ്ഞു, ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് ഒരുത്തനും കരുതണ്ട. കാരണം നിങ്ങളുടെ കാവൽക്കാർ ഇവിടുത്തെ പ്രകൃതി തന്നെയാണ്. ഈ മഞ്ഞും മലകളും വനങ്ങളും ഒന്നും നിങ്ങൾക്ക് മറികടക്കാനാവില്ല. ഒരു പക്ഷേ നിങ്ങളത് മറികടന്നാൽ നിങ്ങളെ കൊന്നുകൊണ്ടുവരുന്നയാൾക്ക് ഒരു ബൗണ്ടിയുണ്ട്. സോ ഈ ലേബർ ക്യാമ്പിൽ നിന്നും പുറത്ത് കടന്നാലും ഈ നാട്ടിലുള്ള മനുഷ്യർ നിന്നെയൊക്കെ കൊല്ലും. ഈ ചെറിയ ഗുലാഗ് മാത്രമല്ല, സൈബീരിയ തന്നെ നിങ്ങൾക്ക് ജയിലാണ്. അങ്ങനെ ജാനസ് ഗുലാഗിലെത്തിയ ആദ്യത്തെ ദിവസം അവന്റെ തലമുടിയെല്ലാം അവർ വടിച്ചു കളഞ്ഞു. തണുപ്പിനെ പ്രതിരോധിക്കാനായി തടവുകാർക്ക് കൊണ്ടുവന്ന കമ്പിളി കുപ്പായത്തിൽ നല്ലതൊരെണ്ണം തന്നെ അവൻ നോക്കിയെടുത്തു. അന്ന് രാത്രി ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുമ്പോഴാണ് 4 പേർ മുന്നിലുള്ളവരുടെ തോളിൽ കൈവെച്ച് നടക്കുന്നത് അവൻ കണ്ടത്. അവർ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ളവരാണ്. അവർക്ക് രാത്രിയായാൽ കണ്ണ് കാണാൻ കഴിയില്ല എന്ന് സഹതടവുകാരൻ പറയുന്നുണ്ട്. ഭക്ഷണം കൊടുക്കുന്നതിന് തൊട്ടടുത്തായി ഒരു വൃദ്ധൻ വിശപ്പ് മാറാതെ അവിടുത്തെ ഓവുചാലിലൂടെ ഒലിച്ചു വരുന്ന വേസ്റ്റ് ഭക്ഷണം ആർത്തിയോടെ കഴിക്കുന്നതും ജാനസ് കണ്ടു. എന്നാൽ ആരും തന്നെ അവരുടെ ഭക്ഷണത്തിൽ നിന്നൊരു ഓരി അയാൾക്ക് കൊടുക്കുന്നത് കണ്ടില്ല. കാരണം അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം ഒരാൾക്ക് തന്നെ കഴിച്ച് വിശപ്പ് മാറ്റാൻ കഴിയില്ലായിരുന്നു. ജാനസിന് മുൻപിൽ നിന്ന് ഭക്ഷണം വാങ്ങി നടന്നയാളിന്റെ കയ്യിൽ നിന്ന് ഒരു ബ്രെഡിന്റെ കഷ്ണം താഴെ വീണുപോയി. അതാ വൃദ്ധൻ ഓടി വന്ന് എടുക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ അതാ വൃദ്ധന് കൊടുത്തില്ല. അയാളുടെ പേര് സ്മിത്ത് എന്നായിരുന്നു. അയാൾ ഒരു അമേരിക്കക്കാരനാണ്. ജാനസ് അവന് കിട്ടിയ ആ ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് ആ വൃദ്ധന് കൊടുക്കുന്നത് കണ്ട് സ്മിത്ത് പറഞ്ഞു, നീ നിന്റെ ഭക്ഷണത്തിന്റെ പാതി മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിന്നാൽ നിനക്ക് പിന്നൊന്നും കിട്ടില്ല. കരുണ നല്ലതാണ്, എന്നാൽ ഇവിടെ കരുണ കാണിച്ചാൽ അത് ചിലപ്പോ നിനക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് അയാൾ അവിടുന്ന് പോയി. ആ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ആൻഡ്രേ ഖബാറോവ് എന്ന ഒരു തടവുകാരൻ ജാനസിനെ വന്ന് പരിചയപ്പെട്ടു. അയാൾ ഒരു സിനിമാ നടനായിരുന്നു. അയാൾ അഭിനയിച്ച സിനിമ തെറ്റായതും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് ആരോപിച്ചാണ് അയാളെയും ഈ ഗുലാഗിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അവർ 2 പേരും അവർക്കുറങ്ങാനായിട്ടുള്ള കോട്ടേജിലേക്ക് വന്നു. അവിടെ ആ ചെറിയ സ്ഥലങ്ങളിൽ ഒതുങ്ങുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ 2 തരത്തിലുള്ള തടവുകാരായിരുന്നു ഉണ്ടായിരുന്നത്.
ഒന്ന് ജാനസിനെ പോലുള്ള രാഷ്ട്രീയ തടവുകാരും മറ്റൊന്ന് ക്രിമിനലുകളും. രാഷ്ട്രീയ തടവുകാരെക്കാൾ സ്വാതന്ത്ര്യമായിരുന്നു അവിടെ ആ ക്രിമിനലുകൾക്ക്. കാരണം രാഷ്ട്രീയ തടവുകാരെ ജനങ്ങളുടെ ശത്രുക്കളായിട്ടായിരുന്നു അവിടെയുള്ളവർ കണ്ടിരുന്നത്. ക്രിമിനലുകൾ അവിടെ ചൂത് കളിച്ചുകൊണ്ടിരുന്നു. അതിലൊരു ക്രിമിനലായിരുന്ന വാൽക്ക എല്ലാ കളികളിലും തോറ്റുകൊണ്ടിരുന്നു. ഇപ്പോൾ അയാൾ മറ്റ് തടവുകാരെ ഭീഷണിപ്പെടുത്തി അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയ സാധനങ്ങൾ വെച്ചാണ് ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കളിയിൽ അവൻ തോറ്റതോടെ ഇനി അവന് പന്തയം വെക്കാനായിട്ട് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാൽക്ക ഒരു തടവുകാരനോട് അവന്റെ സ്വെറ്റർ ചോദിച്ചു. എന്നാൽ ഇത്രയും കൊടും തണുപ്പിൽ സ്വെറ്റർ ഇല്ലാതെ ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആ തടവുകാരൻ സ്വെറ്റർ കൊടുക്കാൻ തയ്യാറായില്ല. അതിൽ ദേഷ്യം തോന്നിയ വാൽക്ക എല്ലാവരും കാണുകെ തന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് ആ തടവുകാരനെ കുത്തി. എന്നിട്ട് ആ സ്വെറ്റർ എടുത്ത് പന്തയം വെച്ച് വീണ്ടും ചൂത് കളിച്ചു. അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഒരാളെ കുത്തിയിട്ടും ആരും വാൽക്കയോട് ചോദിക്കാൻ പോയില്ല. പിന്നീട് ജാനസ് അവിടെയുള്ള മറ്റു തടവുകാരുമായി സൗഹൃദത്തിലായി. അതിലൊരാൾ ചിത്രകാരനായ തോമസും പിന്നൊരാൾ ലാറ്റ്വിയൻ പ്രീസ്റ്റ് ആയിരുന്ന വോസുമായിരുന്നു. ഒരു യുഗോസ്ലോവ് അക്കൗണ്ടന്റ് ആയിരുന്ന സൊറാനുമായും ജാനസ് സൗഹൃദത്തിലാവുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ജാനസും ആൻഡ്രയും അവരുടെ കോട്ടേജിൽ നിന്ന് പുറത്തുനിന്ന് സംസാരിക്കുകയായിരുന്നു. ലേബർ ക്യാമ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ചായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. ഗുലാഗിന്റെ കൺസ്ട്രക്ഷൻ ഓവർസിയർ തന്റെ സുഹൃത്താണെന്നും ഗുലാഗ് കടക്കാൻ അവൻ സഹായിക്കുമെന്നും ആൻഡ്രെ ജാനസിനോട് പറഞ്ഞു. എന്നാൽ ഗുലാഗ് കടക്കുക എന്നതായിരുന്നില്ല അവരുടെ മുന്നിലെ ഏറ്റവും വലിയ പ്രശ്നം. വടക്കും കിഴക്കും സോവിയറ്റ് യൂണിയന്റെ കയ്യിലാണ്. പടിഞ്ഞാറ് ജർമ്മനിയുടെയും. തെക്ക് ദിശയിലേക്ക് മാത്രമേ അവർക്ക് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. ക്യാമ്പിൽ നിന്ന് 500 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ ബാൽക്കൻ നദിയാണ്. അത് കഴിഞ്ഞാൽ മംഗോളിയൻ അതിർത്തിയായി. മംഗോളിയയിലെത്തിയാൽ ഇവർക്ക് രക്ഷപ്പെടാം. പക്ഷേ ഇത്രയും ദൂരം ഇവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതിനായി ഭക്ഷണം വേണം. അതുകൊണ്ട് ശരത്കാലം വരെ കാത്തിരുന്ന് മറ്റു തടവുകാരിൽ നിന്ന് ആവശ്യത്തിന് ഭക്ഷണം കടമായോ പകരം എന്തെങ്കിലും നൽകിയോ ശേഖരിച്ചു വെക്കാമെന്ന് ഇവർ തീരുമാനിച്ചു. ജാനസ് ഈ പ്ലാനിനെ കുറിച്ച് അവന്റെ മറ്റു സുഹൃത്തുക്കളോടും പറഞ്ഞു. സിഗരറ്റുകളും മറ്റും കൊടുത്ത് മറ്റു തടവുകാരിൽ നിന്ന് അവർ ഭക്ഷണം ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കാൻ ആരംഭിച്ചു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ജോലിയെല്ലാം കഴിഞ്ഞ് തടവുകാരെ തനിച്ച് ലേബർ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വലിയൊരു മഞ്ഞുകാറ്റ് വീശി. മുന്നോട്ട് ഒരടി പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥ. പലരും അതികഠിനമായ തണുപ്പിൽ മരവിച്ച് മരിച്ചു വീഴാൻ തുടങ്ങി. അവിടെ അടുത്തുള്ള കാടിനകത്തേക്ക് പോയാൽ ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് സ്മിത്ത് പറയുന്നുണ്ടെങ്കിലും കമാൻഡർ അത് കേൾക്കാൻ തയ്യാറാവാതെ അനാവശ്യമായി അഭിപ്രായം പറഞ്ഞ സ്മിത്തിന് നേരെ തോക്കു ചൂണ്ടുകയും ചെയ്തു. ഒന്നുകിൽ കമാൻഡറിന്റെ കയ്യിൽ നിന്ന് വെടിയേറ്റു മരിക്കും, അല്ലെങ്കിൽ ആ കൊടും തണുപ്പിൽ നിന്ന് മരിക്കും. എന്തായാലും മരണം ഉറപ്പാണെന്ന് മനസ്സിലാക്കിയ സ്മിത്ത് കമാൻഡറിനെ വകവയ്ക്കാതെ ആ കാടിനകത്തേക്ക് നടന്നു. സ്മിത്ത് പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കി കമാൻഡറും അയാളെ വെടിവെക്കാതെ മറ്റു തടവുകാരോടും പെട്ടെന്ന് തന്നെ കാടിനകത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. മരച്ചില്ലകളും കയ്യിലുണ്ടായിരുന്ന തുണികളും കൊണ്ട് ആ മഞ്ഞിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ ഒരു ചെറിയ ഷെൽട്ടർ ഉണ്ടാക്കി. അവിടെ വെച്ചായിരുന്നു ഇവർ 5 പേരും ആദ്യമായി ഒന്നിച്ചിരുന്നത്. ജാനസ്, സ്മിത്ത്, വോസ്, തോമസ്, കൂടെ നൈറ്റ് ബ്ലൈൻഡ്നസ് ഉള്ള ഖസീഖ് എന്ന പയ്യനും. അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. പിറ്റേന്ന് കമാൻഡർ ഓരോ തടവുകാർക്കായി ജോലികൾ വീതിച്ചു കൊടുത്തു. സ്മിത്തിനും ജാനസിനും ഇനി മുതൽ ഖനിയിലാണ് ജോലിയെന്ന് അവരോട് പറഞ്ഞു. ഇത് കേട്ടതും സ്മിത്ത് ഇതിനേക്കാൾ നല്ലത് ഇന്നലെ എന്നെ വെടിവെച്ച് കൊല്ലുന്നതായിരുന്നു എന്ന് പറയും. അതെ, സ്മിത്ത് പറഞ്ഞതുപോലെ അത്രയ്ക്കും ഭീകരമായിരുന്നു ഖനിയിലെ ജോലി. ആ ഖനിക്കുള്ളിൽ ശ്വാസം പോലും അവർക്ക് നന്നായി കിട്ടിയിരുന്നില്ല. ഖനിക്കകത്തുള്ള ട്രോളികൾ ഇവർ കഴുത്തിൽ കെട്ടി വലിക്കണമായിരുന്നു. ഈ ഇടുങ്ങിയ ഖനിയിൽ നിന്നും ശ്വാസം മുട്ടിയതും ജാനസ് അവിടുന്ന് പുറത്തേക്ക് കടക്കാൻ നോക്കി. അപ്പോൾ അവന്റെ മുന്നിലായി അവന്റെ വീടിന്റെ വാതിൽ തെളിഞ്ഞു വന്നതുപോലെ അവന് തോന്നി. എന്നാൽ കൈനീട്ടി അത് തുറക്കാൻ നോക്കുന്ന ജാനസിന്റെ മുന്നിലേക്ക് തൂക്കും ചൂണ്ടി ഒരു കാവൽക്കാരനായിരുന്നു വന്നത്. അപ്പോഴേക്കും സ്മിത്ത് ആ കാവൽക്കാരനിൽ നിന്നും ജാനസിനെ വെടിയേൽക്കാതെ പിടിച്ചു മാറ്റി. എനിക്ക് തിരിച്ചു പോകണമെന്ന് ജാനസ് പറയുന്നുണ്ടെങ്കിലും ഇവിടുന്ന് എങ്ങോട്ട് പോകാനാണെന്ന് സ്മിത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ജാനസ് ആൻഡ്രെ പറഞ്ഞ ആ പ്ലാനിനെ കുറിച്ച് സ്മിത്തിനോട് പറയുന്നത്. സ്മിത്ത് അത് കേട്ടതും വലിയ കാര്യമാക്കിയില്ല. കാരണം ആൻഡ്രെ പുതുതായി വരുന്ന തടവുകാരോടെല്ലാം ഇങ്ങനെ പറയാറുണ്ട്. സ്മിത്ത് വന്ന സമയത്ത് അയാളോടും രക്ഷപ്പെടാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത്ര നാളായിട്ടും ആൻഡ്രെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഈ കാര്യമൊക്കെ പറഞ്ഞ ശേഷം സ്മിത്തും ജാനസിനോട് ഒരു കാര്യം പറയും. നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാനും നിന്നെ സഹായിക്കാം. അതിന് ജാനസും
നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനൊരു ആത്മവിശ്വാസം ഉണ്ടായിട്ടും ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്ന് ചോദിച്ചു. സ്മിത്ത് അതിന് മറുപടിയായി, ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായാണ് ഒരു കരുണയുള്ളവനെ കാണുന്നത്. രക്ഷപ്പെടുന്നതിനിടയിൽ ഞാൻ വീണു പോയാലും നീ എന്നെ വഴിയിൽ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ സ്മിത്തും ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ ആരംഭിച്ചു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു രാത്രി ജാനസ് വേഗം ആൻഡ്രയെ വിളിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. കാരണം അന്ന് നന്നായി മഞ്ഞുകാറ്റ് വീശുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടുന്ന സമയത്ത് ഇവരുടെ കാൽപ്പാട് മഞ്ഞിൽ പതിഞ്ഞാലും ഈ കാലാവസ്ഥയിൽ അത് പെട്ടെന്ന് മാഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ കാവൽക്കാർക്ക് തങ്ങളുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് വരാൻ കഴിയില്ല. എല്ലാം കൊണ്ടും അന്ന് രാത്രി അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയ സമയമായിരുന്നു. ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം വാൽക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. വാൽക്കയെ കണ്ടതും രണ്ടുപേരും പെട്ടെന്ന് തന്നെ അവരുടെ കോട്ടേജിനകത്തേക്ക് പോയി. എന്നിട്ട് അവർ 7 പേരും സൂക്ഷിച്ചു വെച്ചിരുന്ന ഭക്ഷണം എടുത്തു നോക്കി. അതിവരുടെ യാത്രയ്ക്ക് തികയുമായിരുന്നില്ല. അങ്ങനെ അവർ തോമസ് വരച്ച സ്ത്രീകളുടെ ചിത്രങ്ങളും സിഗരറ്റുകളും മറ്റ് തടവുകാർക്ക് കൊടുത്ത് അവരുടെ ഭക്ഷണം കൂടി വാങ്ങി ശേഖരിച്ചു. ഇനി അവർക്ക് ഇലക്ട്രിക് കമ്പികൾ മുറിച്ചു കടക്കണം. അതിനായി ആൻഡ്രയുടെ സുഹൃത്തായ ലാസറിന്റെ അടുത്തെത്തി. ജനറേറ്റർ എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്ന് അയാൾ ഇവർക്ക് പറഞ്ഞുകൊടുത്തു. ജനറേറ്റർ ഒരിക്കൽ ഓഫ് ചെയ്താൽ കാവർക്കാർക്കത് ഓൺ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും എടുക്കും. ഈ സമയം കൊണ്ട് ഇവർക്ക് പുറത്തു കടക്കണം. അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങാനായി ഇവർ 7 പേരും കാത്തിരുന്നു. എന്നാൽ ആ സമയത്ത് വാൽക്കെ ജാനസിന്റെ കഴുത്തിൽ കത്തിവെച്ച് അവനെ കൂടെ അവരോടൊപ്പം കൊണ്ടുപോകണമെന്ന് പറയും. ചൂത് കളിച്ച് അയാൾ ഒരുപാട് കടമുണ്ടാക്കി വെച്ചിരുന്നു. കടം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള ക്രിമിനൽസ് വാൽക്കയെ വെറുതെ വിടില്ല. അതുകൊണ്ട് വാൽക്കയ്ക്ക് ഗുലാഗിൽ നിന്ന് പുറത്ത് കടന്നേ പറ്റുള്ളൂ. അതുമാത്രമല്ല അവന്റെ കയ്യിൽ മൂർച്ചയുള്ളൊരു കത്തിയും ഉണ്ടായിരുന്നു. കാടിനകത്ത് ഇവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ അതിന് നല്ല മൂർച്ചയുള്ള ഒരു കത്തി ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് വാൽക്കയെയും കൂടെ കൊണ്ടുപോകാമെന്ന് ജാനസ് സമ്മതിച്ചു. അങ്ങനെ രാത്രി ഏറെ വൈകി അവർ ജനറേറ്റർ ഓഫ് ചെയ്തു. ശേഷം ഇലക്ട്രിക് കമ്പിവേലി തകർത്ത് പുറത്തു ചാടി. കാവൽക്കാർ നായ്ക്കളുമായി രക്ഷപ്പെട്ടു പോയവരെ അന്വേഷിച്ചു പോയെങ്കിലും അന്നത്തെ ആ മഞ്ഞുകാറ്റ് മൂലം രക്ഷപ്പെട്ടു പോയവരെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. ആ സമയം കൊണ്ട് തന്നെ ജാനസും സംഘവും കാടിനകത്തേക്ക് കയറി രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് ആൻഡ്രെ ഇവരോടൊപ്പം ഇല്ല എന്ന് അവർക്ക് മനസ്സിലായത്. കാരണം ആ ബഹളത്തിനിടയിൽ എല്ലാവരും പുറത്ത് കടന്നോ എന്ന് നോക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ആ കൊടും കാടിന് നടുവിലൂടെ മഞ്ഞുകാറ്റിനെയും അതിജീവിച്ച് കാറ്റിന്റെ ശക്തിയും തണുപ്പും മൂലം പലരും വഴിയിൽ അവശരായി വീണുപോയി. ഒരു ഷെൽട്ടർ ഉണ്ടാക്കി അവിടെ തങ്ങാമെന്ന് വോസ് പറയുന്നുണ്ടെങ്കിലും ജാനസ് അതിന് കൂട്ടാക്കിയില്ല. കാരണം കാറ്റിന് ശമനം വന്നാൽ ഒരു പക്ഷേ കാവൽക്കാർ ഇവരെ അന്വേഷിച്ചെത്തിയേക്കാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ കാട് കടന്നേ മതിയാവൂ എന്ന് ജാനസിന് അറിയാമായിരുന്നു. അങ്ങനെ ജാനസ് അവിടെയുള്ള മരങ്ങളുടെ തോല് പൊളിച്ചെടുത്ത് അത് മുഖമൂടിയാക്കി മാറ്റി അതും മുഖത്ത് വെച്ച് വടിയും കുത്തിപ്പിടിച്ച് അവർ വീണ്ടും യാത്ര തുടർന്നു. അവരുടെ ആ നടത്തം അവർ നിർത്തിയത് മഞ്ഞുകാറ്റ് ശമിച്ചപ്പോഴാണ്. അപ്പോഴേക്കും അവർ 30 കിലോമീറ്റർ നടന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർ ഓരോരുത്തരും സൂക്ഷിച്ചു വെച്ചിരുന്ന ഭക്ഷണം പുറത്തെടുത്തു. അപ്പോഴാണ് വാൽക്കെ ഇട്ടിരുന്നത് ആൻഡ്രയുടെ കോട്ടാണെന്ന കാര്യം ജാനസ് മനസ്സിലാക്കിയത്. ഇവരുടെ പ്ലാനുകളെ കുറിച്ചുള്ള അറിവോ ഭക്ഷണം ശേഖരിച്ചു വെക്കുകയോ ചെയ്യാതിരുന്ന വാൽക്കയുടെ കയ്യിൽ കുറച്ച് ഭക്ഷണവും ഉണ്ടായിരുന്നു. അപ്പോഴാണ് വാൽക്ക ഒന്നുകിൽ ആൻഡ്രയെ അപായപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്ത് അവന്റെ കയ്യിലെ ഭക്ഷണവും അവന്റെ കോട്ടും കൈക്കലാക്കിയതായിരിക്കുമെന്ന് ഇവർ മനസ്സിലാക്കി. പക്ഷേ വാൽക്ക അതൊന്നും സമ്മതിച്ചു കൊടുത്തില്ല. ആൻഡ്രെ ഇതെല്ലാം അവന് കൊടുത്തതാണെന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അതിനെ ചൊല്ലി വഴക്കിടാനോ തർക്കിക്കാനോ ഇവർ നിന്നില്ല. കാരണം അതിനുള്ള സമയം അവർക്കുണ്ടായിരുന്നില്ല. അവരെല്ലാവരും വല്ലാതെ ക്ഷീണിതരായിരുന്നു. അങ്ങനെ അവർ അവരുടെ യാത്ര വീണ്ടും തുടർന്നു. പോകുന്ന വഴിയിലെല്ലാം ചെന്നായ്ക്കളുടെ ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പോകുന്ന ദിശ ശരിയല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നുണ്ട്. അവരുടെ കയ്യിലാണെങ്കിൽ കഷ്ടിച്ച് ഒരാഴ്ച കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. ഇവർക്കിനിയും ബേക്കൽ തടാകമെത്താൻ 3-4 ആഴ്ച കൂടി നടക്കാനുണ്ട്. ഇരുട്ട് വീണു തുടങ്ങിയതും അവർ ആ കാടിന് നടുവിൽ തങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ തീ കത്തിക്കാനുള്ള വിറക് അന്വേഷിച്ച് പോയത് വോസും കസീക്കുമാണ്. എന്നാൽ വോസ് തിരിച്ചെത്തിയിട്ടും ഖസീക്ക് വന്നില്ല. രാത്രിയായതും ഖസീക്കിന് കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു. അവൻ മറ്റുള്ളവരെ ഉറക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും അവന്റെ ശബ്ദം കേട്ടില്ല.
അവൻ അവരുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കണ്ണ് കാണാത്തതുകൊണ്ട് അവിടെ അവൻ തപ്പിത്തടഞ്ഞ് വീണുകൊണ്ടിരുന്നു. എന്നിട്ട് അവൻ തന്റെ കൂട്ടാളികൾ തന്നെ അന്വേഷിച്ച് വരുമെന്ന് കരുതി അവിടെ ഇരുന്നു. പിറ്റേന്ന് നേരം വെളുത്ത് മറ്റുള്ളവർ ഇവനെ അന്വേഷിച്ചെത്തിയെങ്കിലും അപ്പോഴേക്കും അവൻ തണുപ്പിൽ മരവിച്ച് മരിച്ചുപോയിരുന്നു. അങ്ങനെ കസീക്കിന്റെ ശരീരം കാടിൻ നടുവിൽ അടക്കം ചെയ്ത് ബാക്കിയുള്ള 6 പേര് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ 2 ആഴ്ച കടന്നുപോയി. അപ്പോഴേക്കും മഞ്ഞുള്ള പ്രദേശത്ത് നിന്ന് ഇവർ പുറത്തു വന്നിരുന്നു. അവരുടെ കയ്യിലെ ഭക്ഷണവും തീർന്നു. ഓരോരുത്തരായി പല വഴിക്ക് ഭക്ഷണം അന്വേഷിച്ചിറങ്ങി. വാൽക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവിടെയുള്ള പുഴുക്കളെ പിടിച്ചു തിന്നു. സ്മിത്ത് അവിടെയുള്ള പുഴയിൽ നിന്ന് ചെറിയ ചെറിയ മീനുകളെ പിടിച്ചു. എന്നാൽ അതൊന്നും ഈ 6 പേരുടെ വിശപ്പ് മാറ്റാനായില്ല. രാത്രിയായപ്പോൾ അവിടെ കുറച്ച് ചെന്നായ്ക്കൾ മാനിനെ കൊന്ന് തിന്നുന്നത് കണ്ടതും ഇവരാ ചെന്നായ്ക്കളെ ഓടിച്ച് മാനിന്റെ പച്ച ഇറച്ചി വാരി വലിച്ചു തിന്നു. ബേക്കൽ തടാകം എവിടെയാണെന്നോ അവിടേക്ക് എത്ര ദൂരമുണ്ടെന്നോ അറിയാതെ തന്റെ കൂട്ടാളികളെയും കൊണ്ട് വെറുതെ നടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ജാനസ് മറ്റുള്ളവരെ ആ ഗുഹയിൽ ഇരുത്തി തനിച്ച് ആ ബേക്കൽ തടാകം കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു. 2 ദിവസം കടന്നുപോയെങ്കിലും ജാനസിന് ഇനിയും ബേക്കൽ തടാകം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും തീർന്നു തുടങ്ങിയിരുന്നു. തളർന്നിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവൻ കാടും മലയും കയറി മുന്നോട്ട് തന്നെ നടന്നു. ആ സമയം ജാനസിന് അവന്റെ വീടിന്റെ വാതിൽ മുന്നിൽ കാണാമായിരുന്നു. അങ്ങനെ ഒരു ദിവസത്തിനും കൂടെ ശേഷം ബേക്കൽ തടാകം കണ്ടെത്തി ജാനസ് കൂട്ടാളികളുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഗുഹയിലെത്തിയപ്പോഴേക്കും അവൻ തളർന്നു വീണുപോയിരുന്നു. അങ്ങനെ വീണ്ടും 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ ബേക്കൽ തടാകത്തിനടുത്തെത്തി. തടാകത്തിലേക്ക് പോകുന്ന വഴിയിൽ ഇവരെ ഒരു പെൺകുട്ടി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഒരു റഷ്യൻ കളക്റ്റീവ് ഫാമിലിയിൽ നിന്നും രക്ഷപ്പെട്ടു വന്നവളാണ്. ഇവർ റഷ്യക്കാരാണെന്ന് കരുതിയാണ് അടുത്തേക്ക് വരാഞ്ഞത്. അവൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഇവളെയും കൂടെ കൂട്ടുമോ എന്ന് ചോദിച്ചതിന് ബോസല്ലാതെ മറ്റാരും അതിന് സമ്മതിച്ചില്ല. കാരണം ഇവരുടെ കയ്യിൽ ഇവർക്ക് പോലും കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല അവൾ ഒരു സ്ത്രീയാണ്. അവളും കൂടെ വന്ന ഇപ്പോഴുള്ള സ്പീഡിൽ പോലും അവർക്ക് നടക്കാൻ കഴിയില്ല എന്ന പേടിയും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവളെ ആ കാട്ടിൽ തന്നെ ഉപേക്ഷിച്ച് ഇവർ നടത്തം തുടർന്നു. നടന്ന് തടാകത്തിനടുത്തെത്തിയതും അവിടെ ഒരു മാൻ ചെളിയിൽപ്പെട്ട് കിടക്കുന്നത് ഇവർ കണ്ടു. ഇവർ അതിനെ പിടിച്ച് ആരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആവശ്യത്തിന് ഭക്ഷണം കിട്ടിയതും വോസ് നേരെ കാടിനകത്തേക്ക് പോയി ആ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ മാനിന്റെ ഇറച്ചി ഭക്ഷിച്ചു. ഇവളുടെ പേര് ഇരേന. പിറ്റേന്ന് രാവിലെ എല്ലാവരും തടാകത്തിലെ വെള്ളത്തിൽ വസ്ത്രങ്ങൾ അലക്കുകയും ഷേവ് ചെയ്ത് വൃത്തിയായി കുളിക്കുകയും ചെയ്തു. കാരണം ഇനിയവർ ആൾപ്പാർപ്പുകളുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗുലാഗിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണെന്ന് അവർക്ക് തോന്നാൻ പാടില്ല. ഒരു പക്ഷെ മനസ്സിലായാൽ പ്രതിഫലം കിട്ടുമെന്നോർത്ത് അവർ ഇവരെ കൊല്ലാനും മടിക്കില്ല. പിന്നീടുള്ള യാത്രയിൽ ഇവരോടൊപ്പം ഇരേനയും ഉണ്ടായിരുന്നു. അവർ ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാനായി അവിടെയുള്ള മരങ്ങൾക്കിടയിലൂടെ നടന്നു. ഇരേന അവളുടെ കഥ സ്മിത്തിനോട് പറഞ്ഞു. എന്നാൽ അത് കള്ളമായിരുന്നു എന്ന് സ്മിത്തിന് മനസ്സിലായി. എന്നിട്ട് ഇനി മേലാൽ ഈ യാത്രയിൽ കള്ളം പറയരുതെന്ന് അയാൾ അവൾക്ക് താക്കീത് നൽകി. അങ്ങനെ ഇവർ നടന്ന് ഒരു ടൗണിലെത്തി. ആളുകൾ കാണരുതെന്ന് കരുതി അവർ ടൗണിനടുത്തുള്ള കാട്ടിലൂടെ നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് വാൽക്ക കൂടെയില്ല എന്ന് അവർ ശ്രദ്ധിച്ചത്. വാൽക്ക പിടിക്കപ്പെട്ടാൽ കാവൽക്കാർ ഇവരെയും അന്വേഷിച്ചു വരുമെന്ന ഭയത്തിൽ വാൽക്കയെ കാത്തു നിൽക്കാതെ മുന്നോട്ട് നടക്കാമെന്ന് തന്നെ ഇവർ തീരുമാനിച്ചു. എന്നാൽ വാൽക്ക പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തെത്തി. അവന്റെ കയ്യിൽ അവൻ മോഷ്ടിച്ചെടുത്ത ഭക്ഷണവും ഒരു ബോട്ടിൽ വോഡ്കയും ഉണ്ടായിരുന്നു. ഇവർ വനത്തിനകത്ത് കയറി ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പലരും ഇത്രയും രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്. അന്ന് രാത്രി അവർ നല്ല ഭക്ഷണം കഴിച്ചും വോഡ്ക കുടിച്ചും പാട്ടുപാടിയും ചിലവഴിച്ചു. അപ്പോഴാണ് ഇരേന അവളുടെ യഥാർത്ഥ കഥ എല്ലാവരോടുമായി പറഞ്ഞത്. അവളുടെ കഥ കേട്ട് അവർക്ക് കരച്ചിൽ വന്നു. ഇരേനയും വാൽക്കയുടെ കയ്യിൽ നിന്ന് വോഡ്ക വാങ്ങി കുടിച്ചു. പിറ്റേ ദിവസം അവർ ഒരു ഗ്രാമം കടന്ന് ബേക്കൽ തടാകത്തിനോട് യാത്ര പറഞ്ഞു. ഇവരുടെ ഈ യാത്രക്കിടയിൽ ഇരേന അവർ ഓരോരുത്തരോടും അവരുടെ ജീവിതത്തെക്കുറിച്ച് അവൾ ചോദിച്ച് മനസ്സിലാക്കി. കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇരേന എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറിയിരുന്നു. അവൾ എല്ലാവരോടും നന്നായി സംസാരിച്ചു. യാത്രക്കിടയിൽ മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന പരിക്കുകൾ പരിചരിച്ചത് അവളായിരുന്നു. അങ്ങനെ ദിവസങ്ങളോളം നീണ്ട യാത്രയിൽ
ഇവർ മംഗോളിയൻ അതിർത്തിയിലെത്തി. എല്ലാവരും അതിർത്തി കടന്നിട്ടും വാൽക്ക അതിർത്തിക്കപ്പുറത്തേക്ക് പോയില്ല. കാരണം അവൻ ഒരു റഷ്യക്കാരനായിരുന്നു. അവന്റെ നാട്ടിൽ തന്നെ നിൽക്കാനായിരുന്നു താല്പര്യം. അവന്റെ നാട് വിട്ടു പോകുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പകരം ഗുലാഗിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ കടത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നും. അങ്ങനെ വാൽക്കയോട് യാത്ര പറഞ്ഞ് മറ്റുള്ളവർ മുന്നോട്ട് തന്നെ നടന്നു. ഇതുവരെ കണ്ട ഭൂപ്രകൃതി ആയിരുന്നില്ല മുന്നോട്ടുണ്ടായിരുന്നത്. വരണ്ട് കിടക്കുന്ന ഒരു മരുഭൂമിയിലായിരുന്നു അവരെത്തിച്ചേർന്നത്. ഒരു തണലിനു വേണ്ടി അവർ കൊതിച്ചു. ഇനിയും ഒരു 500 കിലോമീറ്റർ മുന്നോട്ടു പോയാൽ ചൈന എത്തും. ചൈന കടന്ന് ടിബറ്റിന്റെ തലസ്ഥാനമായ ലാസയിലേക്ക് പോകാമെന്ന് അവർ സംസാരിച്ചു. എന്നാൽ ഇന്ത്യയിലേക്ക് കടക്കണമെന്നായിരുന്നു ജാനസിന്റെ പ്ലാൻ. പക്ഷെ ഇന്ത്യയിലേക്ക് എത്തണമെങ്കിൽ അവരതിന് ഹിമാലയം കടക്കണമായിരുന്നു. അതിലും എളുപ്പവഴി അവർക്ക് മുന്നിൽ ഇല്ലായിരുന്നതുകൊണ്ട് ഹിമാലയം നടന്നു താണ്ടി ഇന്ത്യയിലേക്ക് എത്താമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ മരുഭൂമിയിലൂടെ യാത്ര തുടർന്നു. മംഗോളിയക്കാരിൽ നിന്നും അവർക്ക് കുറച്ച് വെള്ളം ലഭിച്ചിരുന്നു. പിന്നീടുള്ള യാത്രയിൽ അവർ ആ വെള്ളം കുടിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. പലയിടത്തും അവർ അവശരായി വീണു പോകുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും അവർ ഓരോരുത്തരും അവശരായിക്കൊണ്ടിരുന്നു. വെള്ളം കാണുന്നിടത്ത് നിന്ന് അവർ ദാഹം തീരുവോളം വെള്ളം കുടിച്ചും കയ്യിലുള്ള പാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ചും ദേഹം മുഴുവൻ വെള്ളം കോരിയൊഴിച്ച് തണുപ്പിച്ച ശേഷം അവർ മുന്നോട്ട് തന്നെ യാത്ര തുടർന്നു. എന്നാൽ മരുഭൂമിയിലൂടെ നടക്കുമ്പോഴുണ്ടായ മണൽക്കാറ്റിൽ അവർ ശേഖരിച്ചു വെച്ചിരുന്ന വെള്ളം അവർക്ക് നഷ്ടമായി. അവരുടെ അടുത്ത് ഇനി കുടിക്കാനായി വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെള്ളം കുടിക്കാതെ 2 ദിവസം അവർ വീണ്ടും പിന്നിട്ടു. കുറെ ദൂരം ചെന്നതും ഇരേന തളർന്ന മണലിൽ വീണു. എന്നാലും അവൾ എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാൻ നോക്കി. പക്ഷെ അവൾ വീണ്ടും വീണുകൊണ്ടിരുന്നു. അവസാനം ഇരേനയ്ക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അവൾ മരിച്ചിരിക്കുന്നു. ഇരേനയുടെ ശരീരം ആ മരുഭൂമിയിൽ അടക്കം ചെയ്ത് ബാക്കിയുള്ളവർ യാത്ര തുടർന്നു. തുകൽ സഞ്ചിയിൽ കരുതിയിരുന്ന വെള്ളവും ഒരു തുള്ളി പോലും പാഴാക്കാതെ അവർ കുടിച്ചു തീർത്തു. നടക്കുന്നതിനിടയിൽ തോമസും വീണുപോയി. അങ്ങനെ അവൻ വരച്ച ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് ആ ചിത്രങ്ങളുടെ നടുവിൽ കിടന്ന് അവനും കണ്ണുകൾ അടച്ചു. പിറ്റേ ദിവസം ആ മരുഭൂമിയിൽ തോമസിനായിട്ടുള്ള ഒരു കുഴിമാടവും പൊന്തി. ഇനി അവശേഷിക്കുന്നത് 4 പേരാണ്. അപ്പോഴേക്കും സ്മിത്തിനും ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ കഴിയാതെയായിരുന്നു. എങ്കിലും ജാനസ് സ്മിത്തിനെ താങ്ങി നടത്തി. മരുഭൂമിയുടെ അറ്റത്തെത്തിയെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം കാലിനിടയിലൂടെ എന്തോ ഇഴയുന്നത് മനസ്സിലാക്കിയാണ് സൊറാൻ കണ്ണു തുറന്നത്. അതൊരു പാമ്പായിരുന്നു. അവൻ ആ പാമ്പിന് പിന്നാലെ പോയി വെള്ളം കണ്ടെത്തിയെന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ടാണ് മറ്റുള്ളവരും കണ്ണു തുറന്നത്. എന്നാൽ അവിടെ വെള്ളമെന്ന് പറയാൻ മാത്രമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ചേറ് നിറഞ്ഞൊരു ചെറിയ കുഴിയായിരുന്നു. എങ്കിലും ആർത്തിയോടെ അവർ ആ ചേറ് കുടിച്ചു. എന്നിട്ട് ആ പാമ്പിന് പിറകെ പോയി അതിനെ പിടിച്ച് ചുട്ടു തിന്നു. അങ്ങനെ നടന്ന് അവർ ആ പർവ്വതങ്ങളിൽ നിന്ന് മഞ്ഞുരുകി ഒഴുകുന്ന തണുത്ത ആ നദിയുടെ അടുത്തെത്തി. ജാനസ് മണിക്കൂറുകളോളം ആ വെള്ളത്തിൽ കിടക്കുക മാത്രം ചെയ്തു. വീണ്ടും അവർ തെക്ക് ദിശ ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ അവർ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ചൈന വൻമതിലിന് മുന്നിലെത്തി. അവർ ചൈനയിലെത്തിയിരിക്കുന്നു. മതിലിന്റെ വിടവിലൂടെ അവർ ചൈനയിലേക്ക് കടന്നു. മുന്നിലെ പർവ്വതങ്ങൾ ഓരോന്നും അവർ കയറിക്കൊണ്ടിരുന്നു. അങ്ങനെ ചൈനയെ പിന്നിലാക്കി അവർ ടിബറ്റിലേക്ക് കയറി. ആ പ്രദേശത്തുള്ളയാൾ അവർക്ക് ലാസയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. ലാസയിലെത്തി അവിടുത്തെ ബുദ്ധ സന്യാസിമാരോട് അവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. സന്യാസിമാർ അവർക്ക് ചൂട് ചായ കൊടുത്ത് സൽക്കരിച്ചു. സിക്കിമിലേക്കുള്ള വഴിയും പറഞ്ഞുകൊടുത്തു. പോകുന്ന വഴിയിൽ ഭക്ഷണത്തിനും താമസത്തിനുമായുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാമെന്നും പറഞ്ഞു. അപ്പോഴാണ് US മിലിറ്ററി ചൈനയിലേക്ക് ഒരു ദൗത്യത്തിനായി എത്തിയ വിവരം അവിടുത്തെ സന്യാസികളുടെ അടുത്ത് നിന്ന് സ്മിത്ത് അറിഞ്ഞത്. എത്രയും പെട്ടെന്ന് തിരിച്ച് ചൈനയിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അയാൾക്ക് പട്ടാളക്കാരോടൊപ്പം US തിരിച്ചു പോകാൻ കഴിയും. സ്മിത്ത് അങ്ങനെ തീരുമാനിച്ചു. ജാനസ് ഇന്ത്യ ലക്ഷ്യമാക്കി ഹിമാലയം കയറാൻ തുടങ്ങി. കൂടെ വോസും സൊറാനും ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ സന്യാസിമാർ പറഞ്ഞ ഗ്രാമങ്ങൾ അവരെ സ്വീകരിച്ചു. അങ്ങനെ ആഴ്ചകളുടെ യാത്രയ്ക്ക് ശേഷം അവർ സിക്കിമിലെത്തി. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അവരെ കണ്ട് അത്ഭുതത്തോടെ അവർക്ക് ചുറ്റും കൂടി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറേയേറെ ആളുകൾ അവരുടെ അടുത്തേക്ക് വന്നു. അക്കൂട്ടത്തിൽ ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു. പേപ്പറും പാസ്പോർട്ടുമൊക്കെ ഉണ്ടോ എന്ന് അയാൾ ചോദിച്ചതിന് ഇല്ല എന്ന് ഇവർ മറുപടി പറഞ്ഞതും അതൊന്നും കുഴപ്പമില്ല, എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞ് ആ പോലീസുകാരൻ അയാളോടൊപ്പം ഇവരെ കൂട്ടിക്കൊണ്ടുപോയി.
അവർ നടന്നാണ് ഇത്രയും ദൂരം വന്നത് എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്ചര്യം തോന്നി. അങ്ങനെ അവർക്കൊപ്പം ജാനസ് അവന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറി. എന്നാൽ അവന്റെ സന്തോഷത്തിലേക്ക് നടന്നു കയറാൻ അവന് പിന്നെയും ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു. വർഷങ്ങൾക്ക് ശേഷം 1989 പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചപ്പോഴാണ് അയാൾ എപ്പോഴും മുന്നിൽ കണ്ടിരുന്ന തന്റെ വീടിന്റെ വാതിൽ തുറന്ന് അയാളുടെ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഒരായുസ് മുഴുവൻ സ്വയം ശിക്ഷിച്ച് ജീവിച്ച അയാളുടെ ഭാര്യയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞത്. അപ്പോഴേക്കും അവർ രണ്ടുപേർക്കും അവരുടെ യൗവനം നഷ്ടപ്പെട്ടിരുന്നു. അവർ രണ്ടുപേരും സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നത് കാണിച്ച് ഈ കഥ അവസാനിക്കും. ഈ അതിജീവനത്തിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.